നരേന്ദ്രമോദിയെയും BJP-യെയും അടുത്ത കാലത്തൊന്നും അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ താഴെ ഇറക്കാൻ സാധിക്കില്ല എന്ന ബോധ്യത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം പുതിയ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതായത് ജെൻസികളെ, രാജ്യത്തെ യുവാക്കളെ രംഗത്തിറക്കി കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഈ ഒരു ആഹ്വാനം പരോക്ഷമായി നടത്തിയിരുന്നു. ഇന്ത്യയിലെ ജനാധിപത്യം സംരക്ഷിക്കാൻ ജെൻസി ഇറങ്ങണം, ഞാൻ അവർക്കൊപ്പം ഉണ്ടെന്നൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആഹ്വാനം. എന്തായാലും ഇതിൻ്റെ ഒരു ഫസ്റ്റ് ടെസ്റ്റ് ഡോസ് ആയിട്ട് വേണം ലഡാക്കിലെ പ്രശ്നങ്ങളെ കാണാൻ. ലഡാക്കിൽ നടന്ന അല്ലെങ്കിൽ ലേയിൽ നടന്ന കലാപത്തിന് പിന്നിൽ ജെൻസി അല്ല, കോൺഗ്രസ് ആണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇത് സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ടുകളും അതുകൂടാതെ തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ആ ഒരു അനാലിസിസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ് സ്പോൺസേഡ് വയലൻസ് ആണെന്നുള്ളതാണ്. BJP ഓഫീസ് അഗ്നിക്കിരയാക്കി, അതുകൂടാതെ തന്നെ ഹിൽ കൗൺസിലിൻ്റെ ഓഫീസിന് നേരെ അറ്റാക്ക് ഉണ്ടായി, പോലീസുകാർക്ക് നേരെ വ്യാപകമായുള്ള ആക്രമണമുണ്ടായി, വലിയ പൊതുമുതൽ നശിപ്പിക്കലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ നിലവിലിപ്പോൾ കോൺഗ്രസ് നേതാവാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചിത്രങ്ങളും അതുകൂടാതെ തന്നെ വീഡിയോയും എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതാവായ ലോക്കൽ കോൺഗ്രസ് നേതാവായ സ്റ്റാൻസിൻ സെപ്പാക്കിൻ്റെ നേതൃത്വത്തിലാണ് കലാപം അഴിച്ചുവിട്ടത്. ലേയിൽ 4 പേർ മരിക്കുകയും 80-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സെപ്പാക്ക് തന്നെ നേരിട്ട് കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നു, ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അതിൻ്റെ വീഡിയോയും ദൃശ്യങ്ങളുമൊക്കെയാണ് ഇപ്പം പുറത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കയ്യിൽ ഒരു ഇരുമ്പ് ദണ്ടുമായിട്ട് വരുന്നു, അറ്റാക്ക് ചെയ്യുന്ന വിഷ്വലൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ലഡാക്കാണ്, അതിർത്തി പങ്കിടുന്ന മേഖലയാണ്, കേന്ദ്രഭരണ പ്രദേശമാണ്. ബുദ്ധമത അനുയായികൾക്കും മുസ്ലിമുകൾക്കൊക്കെ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളാണ് ലഡാക്കിൽ പൊതുവേ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖലയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക, എന്നിട്ട് അതിൻ്റെ ആ ഒരു ആനുകൂല്യം മുതലെടുത്ത് രാജ്യം മുഴുവൻ കലാപം പടർത്തുക എന്നുള്ള ലക്ഷ്യമാണ് കോൺഗ്രസിന് പിന്നിലുള്ളത്. സോറോസിൻ്റെ പ്രൊജക്റ്റുമായിട്ട് തന്നെ രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് ഇപ്പം ലഡാക്കിലെ കലാപം. എന്തായാലും ലേയിലെ ആ ഒരു കലാപം പെട്ടെന്ന് തന്നെ അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന് പ്രത്യേക സംസ്ഥാന പദവി നൽകണമെന്നുള്ള ആവശ്യം, അതിനൊപ്പം തന്നെ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ പ്രകാരം പ്രത്യേക അധികാരം നൽകണം. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും അതുകൂടാതെ ലഡാക്ക് എപ്പെക്സ് ബോഡിയും ചേർന്നിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ലഡാക്ക് എപ്പെക്സ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ മത രാഷ്ട്രീയ സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ്. കാർഗിൽ മേഖലയിലെ ഒരു കൂട്ടായ്മയാണ് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ്. അപ്പോൾ ഈ 2 മേഖലയിലെയും, ലഡാക്കിലെ 2 മേഖലകളിലെയും പ്രധാനപ്പെട്ട മേഖലയിലെയും ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകളാണ്. അപ്പോൾ ഇവരുമായിട്ട് ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാണ്. ആ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇങ്ങനെ ഒരു കലാപത്തിലേക്ക് കാര്യങ്ങൾ പോയത്. പ്രത്യേകിച്ച് ഒക്ടോബർ 6-നാണ് കേന്ദ്ര സർക്കാർ ചർച്ച വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു കലാപം സംഘടിപ്പിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ്. അതിലെ ദുരൂഹതയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ജൂലൈ മാസം അവസാനം ഈ വിഭാഗക്കാരുമായിട്ട് ചർച്ചയ്ക്ക് പ്രത്യേക സംസ്ഥാന പദവി ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നു. പക്ഷെ അന്ന് പ്രാദേശികമായിട്ട് വേണ്ടത്ര രീതിയിലുള്ള പിന്തുണ ഇതിന് ലഭിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനിടയിൽ, അതായത് ഒക്ടോബർ 6-ന് വീണ്ടും ചർച്ച നടക്കാനിരിക്കെയാണ് ഇത്തരം അക്രമം ലേയിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു പ്രത്യേക പ്രൊജക്റ്റ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുമായിട്ട് നമ്മൾ ഇതിനെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ലേയിലെ ഈ കലാപ ശ്രമത്തിന് പിന്നിൽ പ്രധാന കാരണക്കാരനായിട്ട് നിലകൊണ്ട മറ്റൊരു വ്യക്തി സോനം വാങ്ചുക് ആയിരുന്നു. ആക്ടിവിസ്റ്റായ സോനം വാങ്ചുക് നിരാഹാര സമരം അനുഷ്ഠിക്കുകയായിരുന്നു. 15ാമത്തെ ദിവസത്തിലെത്തിയപ്പോഴാണ് ഇവിടെ കലാപമുണ്ടായത്. അതിനുശേഷം അദ്ദേഹം നിരാഹാര സമരം അവസാനിപ്പിച്ചു. തൻ്റെ കൺസെപ്റ്റ് ഇങ്ങനെയല്ല എന്നൊക്കെ പറയാൻ അദ്ദേഹം ശ്രമിച്ചു. അതായത് ഞാൻ നോൺ വയലൻ്റ് ആയിട്ടാണ് ഈ സംഭവത്തെ, ഈ പ്രക്ഷോഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്, പക്ഷേ ഇത് അക്രമം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയി, ഞാൻ ഇതിനെ അംഗീകരിക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം യുവാക്കളെ ശരിക്കും ഇൻസൈറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് വരുന്നത്. അതായത് നേപ്പാൾ മാതൃകയുള്ള ജെൻസി വിപ്ലവത്തെക്കുറിച്ചും അറബ് വിപ്ലവത്തെക്കുറിച്ച്, അതായത് മുല്ലപ്പൂ വിപ്ലവത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വാചാലനായിരുന്നു. ഇതെല്ലാം അവിടുത്തെ ചെറുപ്പക്കാരെ ഈ രീതിയിൽ ഒന്ന് സംഘടിക്കാൻ കാരണമായി അല്ലെങ്കിൽ പ്രേരകമായി എന്നുള്ള രീതിയിലുള്ള ഒരു വിലയിരുത്തലുണ്ട്. അപ്പോൾ സോനം വാങ്ചുക് ആണെങ്കിൽ പലപ്പോഴും കോൺഗ്രസിനെ അമിതമായിട്ട് ന്യായീകരിക്കുന്നുണ്ട്. കോൺഗ്രസ് ആണ് ഈ ഒരു കലാപത്തിന് പിന്നിൽ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ കോൺഗ്രസിന് ഇതിൽ പങ്കില്ല, കാരണം കോൺഗ്രസിന് ഇതിനുള്ള ശക്തിയില്ല, യുവാക്കൾ
സ്വമേധയാ പ്രക്ഷോഭത്തിന് ഇറങ്ങിയതാണെന്നൊക്കെയാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ കോൺഗ്രസും സോനം വാങ്ചുക്കും തമ്മിലുള്ള നെക്സസ് മനസ്സിലാക്കാൻ സാധിക്കും. സോനം വാങ്ചുക്ക് ആണെങ്കിൽ മാഗ്സസെ അവാർഡൊക്കെ വാങ്ങിയ ഒരു വെസ്റ്റേൺ പപ്പറ്റ് എന്നുള്ളൊരു ഇമേജ് ഉള്ള വ്യക്തിയാണ്, ഒരു നന്മ മരമാണ്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ ഇൻസ്പയർ ചെയ്തിട്ടാണ് 3 Idiots'ൽ അമീർ ഖാൻ്റെ ഫുൻസുക് വാങ്ഡു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കണക്ഷനൊക്കെ ഉണ്ട്. എക്സ്ട്രീംലി പോപ്പുലറാണ് ആ ഒരു മേഖലയിൽ, യുവാക്കൾക്കിടയിലൊക്കെ വലിയ സ്വീകാര്യതയുണ്ട്. പിന്നെ മറ്റൊരു ആരോപണം സോനം വാങ്ചുക്ക് നേരിടുന്നത് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സ്വന്തം ഗ്രാമത്തിലേക്ക് അദ്ദേഹം പോയി, അതായത് യുവാക്കളെ ഈ ഒരു അക്രമപാതയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അദ്ദേഹം ശ്രമങ്ങളൊന്നും നടത്തിയില്ല എന്നുള്ളൊരു ആക്ഷേപവും വരുന്നുണ്ട്. ലഡാക്കിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കേരളത്തിലെ പലരും വലിയ സന്തോഷത്തിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ ഒരു കാര്യം. കാരണം പല ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ നിന്നും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും ലഡാക്കിലെ കലാപം ഇന്ത്യയിലും വ്യാപിപ്പിക്കണമെന്നുള്ള ആഹ്വാനമൊക്കെ കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് വിദേശത്ത് നിന്നുള്ള പ്രൊഫൈലുകളൊക്കെയാണ്, ഇന്ത്യക്കാരായ വിദേശികളായ പ്രവാസികളായ അവരുടെ പ്രൊഫൈലുകളിൽ നിന്നാണ് ഇത്തരം കലാപ ആഹ്വാനങ്ങളൊക്കെ വന്നത്. എന്തായാലും ഇത് വളരെ അലാമിംഗ് ആയുള്ളൊരു സിറ്റുവേഷനാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത്. അതായത് രാജ്യം തകർന്നാലും വേണ്ടിയില്ല, എനിക്കെൻ്റെ രാഷ്ട്രീയവും മതപരവുമായുള്ള താല്പര്യങ്ങളാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇവിടെ വളരെ സജീവമായിട്ട് ഉയർന്നിട്ടുണ്ടെന്നുള്ളത് വളരെ അപകടകരമായൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഇത്തരക്കാരെയൊക്കെ എതിരെ കർശന നടപടി സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നാണ് പൊതുവെ ജനങ്ങൾക്കൊക്കെ പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ പാസ്പോർട്ടൊക്കെ കണ്ടുകെട്ടേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതൊരു പ്ലോട്ടാണ്, കറക്റ്റായിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ലേയിലെ ലഡാക്കിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു 5 വർഷ കാലയളവിൽ ലേ ലഡാക്ക് മേഖലയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ നിലവിൽ ഒരു ബിലാസ്പൂരിൽ നിന്ന് ലേയിലേക്കുള്ള, മണാലി വഴി ലേയിലേക്കുള്ള റെയിൽവേ ലൈനിൻ്റെ പദ്ധതികൾ വളരെ സജീവമായിട്ട് പുരോഗമിക്കുകയാണ്. ഒരുപാട് റോഡ് വികസനം മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്, ഹൈവേ വികസനം ഉണ്ടായിട്ടുണ്ട്, ആശുപത്രികൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം ഈ മേഖലയെ പുരോഗതിയുടെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിനെ വിഭജിച്ച് ഈ പറയുന്ന ലഡാക്കും കാർഗിലും ഉൾപ്പെടുന്ന പ്രത്യേക കേന്ദ്രഭരണ പ്രദേശം രൂപീകരിച്ചത് മുതൽ ഇതിനുള്ളൊരു ശ്രദ്ധ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വികസന വിഷയം മാത്രമല്ല, ഇത് കൃത്യമായിട്ടുള്ളൊരു പദ്ധതി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ചില അമേരിക്കൻ ചാരന്മാരും ചേർന്ന് നടത്തിയതാണെന്ന് വ്യക്തമാകുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത ഇത് സംബന്ധിച്ച് വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.